കല്യാണം നടത്താൻ മാത്രമേ എനിക്ക് യോഗമുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം പ്രശ്നമാണ്. എന്താ പ്രശ്നം? എന്താ ജ്യോത്സ്യം പറഞ്ഞ എന്നാന്നറിയാവോ? എന്താ പറഞ്ഞേ? എൻ്റെ നാളും എൻ്റെ ഈ ദിവസവും ഒക്കെ വെച്ചിട്ട് കല്യാണം നടത്താൻ മാത്രം ഈ ദിവസം നല്ലതാണ്. ഓ, പക്ഷേ ആദ്യ രാത്രി നടക്കാൻ പാടില്ലാന്ന്. ആദ്യ രാത്രി ഇന്ന് നടക്കാൻ പാടില്ല, അറിയാവോ? ഒത്തിരി വേദനയോടെ നിൽക്കുന്നത്. അതിൻ്റെ ടെൻഷൻ എനിക്ക്. അത് ശരി. ആദ്യ രാത്രി നടന്നാൽ ഞാൻ തീർന്നു പോകും. ഏത് ജോത്സ്യനാ പറഞ്ഞേ? ജ്യോത്സ്യൻ, രാഘവൻ ജ്യോത്സ്യൻ. ഒരു ജോത്സ്യനെ കൂടെ കണ്ടു വെക്കാൻ മേലായിരുന്നോ? നേരാണോന്ന് അറിയായിരുന്നല്ലോ. ഇല്ലില്ല, ആ ജ്യോത്സ്യൻ്റെ കൂട്ടുകാരെ ബാക്കിയുള്ളവരല്ല, അവരുടെ ടീമാണ്. അവരൊറ്റ വാക്ക് പറയുള്ളൂ. ഗ്യാങ്ങാ. അത് ശരി. ആ, പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് മാറത്തില്ല. ചുരുക്കം പറഞ്ഞ ഇന്ന് ശാന്തി മുഹൂർത്തം നടക്കുകയല്ല. ശാന്തി മുഹൂർത്തം നടന്നാൽ ഞാൻ ചത്തുപോകുന്നു. പിന്നെ എങ്ങനെ നടക്കും? അതിന്റെ ടെൻഷനിലാണ് നിൽക്കണത്, അറിയാവോ? ഈ പെണ്ണിനറിയോ ഈ കാര്യം? പെണ്ണിനോ? വധുക്കോ? വധുവിനറിയാവോ? ഞാൻ വിചാരിച്ചു വധുക്കെന്ന് പറഞ്ഞ അതെന്ത് സാധനം? ബേസ് കൂട്ടി പറഞ്ഞ ബേസ് കുട്ടി. ആ കുട്ടിക്ക് അറിയാമോ ഈ കാര്യം? ആ കുട്ടിയോട് എങ്ങനെ പറയും? എന്നെ വെളിവില്ലാത്ത വർത്താനം പറയണത്. ആദ്യമായിട്ട് കല്യാണം കഴിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണോട് ഞാൻ പറയുവാണ്, ജ്യോത്സ്യൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ആദ്യരാത്രി കിടന്നാൽ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണെ തന്നെ വിചാരിക്കും. ആ പെണ്ണ് പറയും ഞാൻ അന്ധവിശ്വാസിയാന്ന് പറയും. ആദ്യരാത്രി തന്നെ അന്ധവിശ്വാസിയാന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, എന്തായാലും ഈ കല്യാണം ഞങ്ങൾ കൂടിയായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും കവർ അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങള് പോവാനിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഞങ്ങൾ പോകുന്നില്ല. ഇതിന്റെ കാര്യം അറിഞ്ഞിച്ച് ഞങ്ങള് രണ്ടുപേരും പോവാം. തീരുമാനമാവുമല്ലോ എന്നറിയാം. ഞാൻ ഇന്ന് വരെ ഫസ്റ്റ് നൈറ്റ് ആരെയും കണ്ടിട്ടില്ല. ഐ എം വെരി എക്സൈറ്റഡ്. ഫസ്റ്റ് നൈറ്റ് കാണാതിരിക്കുക, അതേണ്ട. ഇന്ന് കണ്ടത് തന്നെ. ഫസ്റ്റ് നൈറ്റ് അല്ല, എന്റെ മരണം കാണാതിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുള്ളൂ, അറിയാവോ? അല്ല, പാവം കണ്ടോട്ടെ. കണ്ടു കഴിയുമ്പോഴാണല്ലോ എന്തെങ്കിലുമൊക്കെ തോന്നിയാ നമുക്ക്. എന്റെ മാഷ എന്ന് ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് നടക്കാൻ പാടില്ല. നടന്നു കഴിഞ്ഞാൽ ഞാൻ ചത്തുപോകുന്നു, മനസ്സിലായില്ലേ? ആരാണ്ട് മുട്ടുണ്ടല്ലേ? ഉണ്ടുണ്ട്. ആരാ മുട്ടുണ്ടാ? കുട്ടിയാൻ തോന്നുന്നു കേട്ടോ, പെൺകുട്ടിയാൻ തോന്നുന്നു. ഞാനിവിടെ എടുത്ത് പറയണ്ട. എന്റെ മഹേഷ് ചേട്ടൻ എവിടെ പോയി? മഹേഷ് ചേട്ടാ, മഹേഷ് ചേട്ടാ, ചേച്ചി എന്റെ മഹേഷ് ചേട്ടനെ കണ്ടോ? മഹേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. എന്റെ അമ്മായി പറഞ്ഞതേ ഞാൻ പാലും ഗ്ലാസ് ആയിട്ട് വരുമ്പോ മഹേഷ് ചേട്ടൻ ഇവിടെ ഉണ്ടാവുന്ന. പക്ഷെ മഹേഷ് ചേട്ടനെ കാണുന്നില്ലല്ലോ. ചേട്ടാ, മഹേഷ് ചേട്ടാ, മഹേഷ് ചേട്ടാ, എന്റെ പൊന്നെ, എന്തൊക്കെ സർപ്രൈസ് എനിക്ക് തരുന്നത്. അതെ അതെ, സർപ്രൈസ് ആണ് ഞാൻ തരുന്ന മൊത്തം. എന്താ മഹേഷ് ചേട്ടാ ഇത്? മഹേഷ് ചേട്ടാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്നറിയാവോ? എന്താ? നമ്മുടെ ആദ്യ രാത്രിയാ. കണ്ടോ കണ്ടോ, അത് പറഞ്ഞപ്പോ തന്നെ ചാടി ചാടി നിൽക്കുന്ന കണ്ടോ? ചാടി ചാടിയൊന്നല്ല, അതിന്റെ അടുത്ത് മൊത്തം ഉറുമ്പായിരുന്നു. എന്റെ ഉറുമ്പിന്റെ കടി കൊണ്ടോട്ടാ, അല്ല ചാടി ചാടിയൊന്നല്ല. ഈ മഹേഷ് ചേട്ടന്റെ ഒരു കാര്യം. ഒരു കാര്യം പ്രത്യേകം ഓർത്തോളുക, കല്യാണ ദിവസം തന്നെ തൻ്റെ ശാന്തി മുഹൂർത്തം നടക്കരുത്. നടന്നാൽ അത് തൻ്റെ മരണത്തിന് വരെ കാരണമാവും. എന്താ ഒരു ടെൻഷൻ പോലെ മനസ്സിന് ഒരു പെട്ടെന്ന് നമ്മൾ ആദ്യമായിട്ടാണല്ലോ കല്യാണ രാത്രി, അതായത് ആദ്യ രാത്രി ആദ്യമായിട്ടാണല്ലോ. അതിലൊരു ഞാനും ആദ്യമായിട്ടല്ലേ മഹേഷ് ചേട്ടാ? ആണോ? വിശ്വാസം വരുന്നില്ലേ? അല്ല, ഈ അമ്മായി അറിയാം എന്താ പറഞ്ഞു കേട്ടത്? എന്റെ അമ്മായിയെ എന്നെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. ആണല്ലേ? പക്ഷേ എന്നോട് പറഞ്ഞത് മൊത്തം ജ്യോത്സ്യനാ. മഹേഷ് ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ മഹേഷ് ചേട്ടാ സത്യം പറയാം. എന്താണ്? മഹേഷ് ചേട്ടനെ എന്നെ ആദ്യം കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ ഇഷ്ടായിരുന്നു. പിന്നെ എന്റെ അച്ഛനും അമ്മ എന്താ എന്നെ പഠിപ്പിച്ചേക്കുന്നതെന്ന് അറിയാവോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെന്ന്. അതുകൊണ്ട് എനിക്ക് എന്റെ മഹേഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാ. ഒരു കാര്യം പ്രത്യേകം ഓർത്തോളുക, കല്യാണ ദിവസം തന്നെ തൻ്റെ ശാന്തി മുഹൂർത്തം നടക്കരുത്. നടന്നാൽ അത് തൻ്റെ മരണത്തിന് വരെ കാരണമാവും. അല്ല, പ്രസീതങ്ങ് മാറി. മഹേഷ് ചേട്ടാ, ഞാൻ എല്ലാം വെട്ടി തുറന്ന് ചോദിക്കുന്ന സ്വഭാവക്കാരിയാ. മഹേഷ് ചേട്ടന് കല്യാണത്തിന് മുമ്പ് ആരോടെങ്കിലും പ്രേമം ഉണ്ടായിരുന്നു? എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാവൂല്ലോ. അതെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരാൾക്ക് എന്നോട് ഭയങ്കര പ്രേമായിരുന്നു. പിന്നെ ആ ചെറുക്കന്റെ വീട്ടുകാർ അതങ്ങ് അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്നെ അവര് വന്ന് പറഞ്ഞു തിരുത്തി ഞാൻ ആ പ്രേമത്തിൽ നിന്ന് അങ്ങ് മാറി. നിങ്ങളുടെ നാട്ടിൽ നടക്കും, ഞങ്ങളുടെ നാട്ടിൽ നടക്കില്ല. അത് അതെന്താ? ഞങ്ങളുടെ നാട്ടിൽ തെങ്ങ കെട്ടിട്ട് തല്ലി ചെയ്യണം. മഹേഷ് ചേട്ടാ, എന്തോ സമയം കുറെ ആയി, എനിക്കങ്ങ് ബോറടിക്കുന്നു. മഹേഷ് ചേട്ടാ, ബോറടിക്കണ്ടല്ലേ? ഇവിടെ ഇരിക്കാന്നോ മഹേഷ് ചേട്ടാ?
നമുക്ക് അന്താക്ഷരി കളിക്കാം. അന്താക്ഷരി നല്ലതൊരു ഓൾറെഡി ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇന്നങ്ങ് അന്താക്ഷരി കളിക്കാം. എന്നറിയോ, ഞാൻ തുടങ്ങാം. ആയി തുടങ്ങട്ടെ. ആയി തുടങ്ങാം. അന്താക്ഷരി ആയില്ല തുടങ്ങട്ടെ. എന്റെ മഹേഷേട്ട് അവരാരും ഉറങ്ങിയിട്ടില്ല. എന്നാ അവരെയും കൂടെ വിളിക്കാം, ഒരു ഗ്രൂപ്പായിട്ട് കളിക്കാം. അപ്പന്റെ ഗ്രൂപ്പ് നീ എടുത്ത് അമ്മയുടെ ഗ്രൂപ്പ് ഞാൻ എടുക്കാം. ഇതെന്താ മഹേഷേട്ടൻ? മഹേഷേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ വലിയ കഷ്ടമാണ്. ഞാൻ കാര്യം പറയാം. അന്താക്ഷരി ഇഷ്ടമല്ലെങ്കിൽ കാര്യം ചെയ്യാം. സ്ഥലം കുറവാണ്, അതാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ കളി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി കളി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇട്ടിട്ട് മറ്റേതില്ലേ അക്ക് കളിക്കണേ. മഹേഷേട്ടൻ എന്താ ഇങ്ങനെ നാക്കൂൾ കളിക്കാം, അല്ലെങ്കിൽ കടകഥ പറഞ്ഞ് കളിക്കാം. ഇത് വേണം കളിക്കുക. ഇതെന്താ മഹേഷേട്ടാ, അന്താക്ഷരി കളിക്കാനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? എന്റെ അമ്മായി വിളിക്കുമ്പോ ഞാൻ എന്ത് പറയും? നമ്മൾക്ക് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് അങ്ങ് പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ബോറടിക്കണ്ട, നമുക്ക് അന്താക്ഷരി തുടങ്ങാം. വേണ്ട, ഈ പാലങ്ങ് കുടിച്ചേ. നമ്മൾ മറന്നതാ. എനിക്കല്ലേ? അല്ലല്ല, അതെ, അത് കൊണ്ടു നോക്കിയേ. പൊറയിട് എന്നെ ചെത് മോരായി എന്നെ പുളിച്ചു പോയിട്ടെ കേട്ടോ. മോരേറി വെക്കാം. മഹേഷേട്ടനല്ലേ ഈ സമയമൊക്കെ കളയുന്നത്? മണി 12 ആയി. 12 മണിയായോ? അയ്യോ കറണ്ട്, അമ്മേ, അയ്യോ കറണ്ട്, ലൈറ്റ് ഇടോ, അയ്യോ ലൈറ്റ്, അമ്മേ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ലൈറ്റ് ഇടോ. അയ്യോ നീ എവിടെയാ നിൽക്കണേ? അവിടെ തന്നെ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്താ പറ്റിയത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇതെന്താ മഹേഷേട്ടാ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്താ കാര്യം വെച്ചാൽ തുറന്നു പറ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. നീ പോലെ അതെ, എന്നോട് പറയാതിരുന്ന വേറെ കൊണ്ടല്ല. എന്ത്? ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ നിന്നോട് പറഞ്ഞ നീ എന്നെ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് ഓർത്താണ് നിന്നോട് പറയാത്തത്. ജോൾസിനെ ചെന്ന് കണ്ടപ്പോൾ ജോൾസും പറഞ്ഞ എന്നാന്നറിയോ? എന്ത് പറഞ്ഞു? നമ്മുടെ കല്യാണം നടന്നോട്ടെ, പക്ഷെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഇന്ന് നടക്കരുത്. നടന്നാൽ എന്താ? നടന്നു കഴിഞ്ഞാൽ ഞാൻ ചത്തുപോകുന്നു. അയ്യോ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതെ ഒളിപ്പിച്ചു വെച്ചറിയാവോ? മഹേഷേട്ടന് അറിയാവോ എന്റെ ജാതകം നോക്കി ജോത്സ്യൻ എന്താ പറഞ്ഞെന്ന്? എന്ത്? എന്റെ ശാന്തി മുഹൂർത്തം ഇന്ന് നടന്നില്ലെങ്കിലേ ഇനി 3 വർഷം കഴിഞ്ഞിട്ടേ നടക്കുള്ളൂ.